രാമായണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മന്ധര. പലരും അവളെ ഒരു ദുഷ്ടയായ സ്ത്രീയായി മാത്രമാണ് കാണുന്നതെങ്കിലും ഭാരതീയ ഇതിഹാസങ്ങളുടെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ മന്ധരയുടെ ജീവിതം വളരെ സങ്കീർണവും ദുരൂഹത നിറഞ്ഞതും ആയിരുന്നു. രാജകീയ കൊട്ടാരത്തിലെ ഒരു ദാസിയായിരുന്നു അവൾ. എങ്കിലും അവൾ അയോധ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു. എന്തുകൊണ്ടാണ് അവൾക്ക് രാമനോട് ഇത്ര വിരോധം തോന്നിയത്? മന്ധരയുടെ ജീവിതത്തെക്കുറിച്ച് വാൽമീകി മഹർഷി രാമായണത്തിൽ വിശദമായി വിവരിക്കുന്നില്ല. അവൾ കേകയ രാജ്യത്തിൽ ജനിച്ച ഒരു ദാസിയായിരുന്നു. ചില പുരാതന കഥകൾ പ്രകാരം അവൾ സാധാരണ ദാസിയല്ലായിരുന്നു എങ്കിൽ കൈകേയിയുടെ ബാല്യകാലം മുതൽ കൂടെയുണ്ടായിരുന്ന വിശ്വസ്ത സേവകയായിരുന്നു അവർ. കൂടെ ഉപദേശകയും കൈകേയിയുടെ അമ്മയുടെ വംശപരമ്പരയുമായി ബന്ധപ്പെട്ടവളായിരുന്നു അവളെന്ന് ചില കഥകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ കൈകേയി അവളെ ഒരു ദാസിയായി മാത്രമായിരുന്നില്ല കണ്ടിരുന്നത്, മറിച്ചൊരു അമ്മയെപ്പോലെ തന്നെയായിരുന്നു. അയോധ്യയിൽ പോലും മന്ധരയ്ക്ക് സാധാരണ ദാസിമാർക്കുള്ള സ്വാതന്ത്ര്യമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്ഞിമാരുടെ മുറികളിലേക്കും രഹസ്യ സഭകളിലേക്കും അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇത് അവരുടെ സ്വാധീനം എത്രമാത്രം വലുതായിരുന്നു എന്ന് വ്യക്തമാകുന്ന ഒന്നാണ്. മന്ധരയുടെ രൂപത്തെക്കുറിച്ചും നിരവധി പരാമർശങ്ങളിൽ കാണാം. അവൾ കൂനിയായിരുന്നു എന്ന് പല കഥകളിലും പറയുന്നു. അതുകൊണ്ട് തന്നെ ചിലർ അവളെ കുബ്ജ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ആ കൂനിന് പിന്നിലൊരു കഥയുണ്ട്. മുൻജന്മത്തിൽ അവൾ അത്യന്തം സുന്ദരിയായൊരു അപ്സരസായിരുന്നു. എന്നാൽ മഹർഷി ശാപം നിമിത്തം അവൾ കൂനിയായി വിരൂപിയായി ജനിച്ചുവെന്ന് കഥകൾ പറയുന്നു. മന്ധരയുടെ മുൻജന്മത്തെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്ന് അവളൊരു അസുര സ്ത്രീ ആയിരുന്നു എന്നാണ്. ചില പുരാണങ്ങളിൽ അവർ പ്രഹ്ലാദന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അസുരവംശത്തിൽ പിറന്നവളായിരുന്നുവെന്ന് പറയുന്നു. വിഷ്ണുവിനോടുള്ള വിദ്വേഷം അവൾ ജന്മം തോറും കൊണ്ടു നടന്നു. രാമചന്ദ്രൻ വിഷ്ണുവിന്റെ അവതാരമായതിനാൽ തന്നെ മന്ധരയുടെ ഉള്ളിൽ അജ്ഞാതമായ ഒരു വിരോധം നിലനിന്നു. രാമൻ വനവാസത്തിലേക്ക് പോകാതെ ഇരുന്നാൽ രാവണവധം നടക്കില്ലായിരുന്നു. രാവണവധം നടക്കാതെ ഇരുന്നാൽ ധർമ്മ സംസ്ഥാപനം അസാധ്യമായിരുന്നു. അതിനാൽ മന്ധരയുടെ പ്രവർത്തികൾ ദുഷ്ടതയല്ല, മറിച്ച് ദൈവിക പദ്ധതിയുടെ അനിവാര്യ ഘടകമായിരുന്നുവെന്ന് ചില ഭക്തർ വിശ്വസിക്കുന്നു. കൈകേയിയുമായുള്ള മന്ധരയുടെ ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. കൈകേയി ബാല്യത്തിൽ നിന്നു തന്നെ അവളുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. കൈകേയിക്ക് മാതൃസ്നേഹം നൽകിയത് മന്ധരയായിരുന്നു എന്ന് ചില കഥകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം മന്ധരയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അയോധ്യയിലെ മറ്റ് റാണിമാരെക്കാൾ ദശരഥന് കൈകേയിയോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും രാജാവിന്റെ പ്രായം കൂടുന്തോറും അധികാരം മാറുമെന്ന ഭയം മന്ധരയെ വല്ലാതെ അലട്ടിയിരുന്നു. പ്രത്യേകിച്ച് രാമൻ രാജാവായാൽ ഭരതനും കൈകേയിക്കും പ്രാധാന്യം കുറയുമെന്നവൾ കരുതി. ഈ ഭയം തന്നെയാണ് പിന്നീട് അവളെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദപരമായ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ദശരഥൻ രാമനെ രാജാവാക്കുവാൻ തീരുമാനിക്കുന്നു. നഗരമൊട്ടാകെ ആഘോഷങ്ങൾ തുടങ്ങി. എന്നാൽ ഈ വാർത്ത മന്ധരയെ ഭയപ്പെടുത്തി. അവൾ ഉടനെ കൈകേയിയുടെ അടുത്ത് എത്തി. ആ സമയത്ത് കൈകേയി സന്തോഷത്തിലായിരുന്നു. കാരണം രാമനെ അവൾ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. പക്ഷെ മന്ധര അവളുടെ മനസ്സിൽ സംശയങ്ങളുടെ വിത്തുകൾ വിതറി. രാമൻ രാജാവായാൽ കൗസല്യക്ക് മാത്രമാണ് പ്രാധാന്യം ഉണ്ടാകുക. ഭരതൻ ഒരു സേവകനായി മാറും. നിനക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലാതാകും എന്നവൾ കൈകേയിയോട് പറഞ്ഞു. ആദ്യമൊക്കെ കൈകേയി ഇത് വിശ്വസിച്ചില്ല. എന്നാൽ മന്ധര നിരന്തരം സംസാരിച്ച് അവളുടെ മനസ്സിനെ മാറ്റി. അവസാനം മന്ധര കൈകേയിയെ ഒരു പഴയ സംഭവം ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ യുദ്ധത്തിൽ ദശരഥന്റെ ജീവൻ രക്ഷിച്ചത് കൈകേയി ആയിരുന്നു. 2 വരങ്ങൾ നൽകാമെന്ന് അദ്ദേഹം അപ്പോൾ വാഗ്ദാനവും ചെയ്തിരുന്നു. ആ 2 വരങ്ങൾ ഇപ്പോൾ നീ ചോദിക്കുമെന്ന് മഹാറാണിയോട് മന്ധര പറഞ്ഞു. ഒന്നാമത് ഭരതനെ രാജാവാക്കുക, രണ്ടാമത് രാമന് 14 വർഷം വനവാസം. ഈ വാക്കുകൾ കേട്ട് കൈകേയിയുടെ മനസ്സ് പൂർണ്ണമായി മാറി. അവൾ കോപഗ്രഹത്തിൽ കയറി. ദശരഥൻ എത്തിയപ്പോൾ അവൾ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു. രാജാവ് ഇത് കേട്ട് തകർന്നു. എന്നാൽ വാഗ്ദാനം പാലിക്കാതിരിക്കുന്നത് ഉചിതവുമല്ല.
അതുകൊണ്ട് തന്നെ ദശരഥൻ രാമന് വനവാസം വിധിച്ചു. ദശരഥന്റെ മരണത്തിനും അയോധ്യയിലെ ദുഃഖത്തിനും കാരണം മന്ധരയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഈ സംഭവങ്ങളെ മറ്റൊരു രീതിയിൽ കാണാം. വനവാസം ഇല്ലായിരുന്നുവെങ്കിൽ രാമനും സീതയും ലക്ഷ്മണനും കാട്ടിലേക്ക് പോകില്ലായിരുന്നു. ശൂർപ്പണഖയുടെ കഥ ഉണ്ടാകില്ലായിരുന്നു. രാവണൻ സീതയെ അപഹരിക്കില്ലായിരുന്നു. ലങ്കായുദ്ധവും രാവണവധവും നടക്കില്ലായിരുന്നു. അതായത് മന്ധരയുടെ വാക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാമായണത്തിന്റെ മുഴുവൻ കഥയും മാറിപ്പോയനെ. ഈ സംഭവങ്ങൾക്ക് ശേഷം ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തി. സംഭവിച്ചത് എല്ലാം അറിഞ്ഞു. അദ്ദേഹം അതീവ ദുഃഖത്തിലും കോപത്തിലും ആകുന്നു. ഭരതൻ മന്ധരയെ ശപിച്ചതായി പറയപ്പെടുന്നു. ചില കഥകൾ അവളെ രാജധാനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെന്നും പറയുന്നു. എന്നാൽ ജനങ്ങളുടെ വെറുപ്പ് മന്ധരയെ ജീവിതാവസാനം വരെ പിന്തുടർന്നു. അവൾ പിന്നീട് ഏകാന്ത ജീവിതം നയിച്ചുവെന്നും കുറ്റബോധത്തിൽ കഴിയുകയായിരുന്നുവെന്നും പറയുന്നു. മറ്റു ചില കഥകൾ പ്രകാരം രാമൻ വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ അവൾ ജീവിച്ചിരുന്നതായും പറയുന്നു. രാമൻ അവളോട് ഒരു വിരോധവും കാണിച്ചില്ലെന്നും മറിച്ച് അവിടുന്ന് ചെയ്തതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നുവെന്നും അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുമെന്നും പറയുന്നു. മന്ധര പിന്നീട് പുനർജനിച്ചു. ചില പുരാണങ്ങൾ പറയുന്നത് അവൾ മറ്റൊരു ജന്മത്തിൽ വിഷ്ണുഭക്തയായി ജനിച്ചുവെന്നും പാപങ്ങളിൽ നിന്ന് മോചനം നേടിയെന്നും ആണ്.